പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ഇന്ന് ജൂലൈ 5-ാം തീയതി ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ഏതു വർഷമാണ് ഇന്ത്യ ബഹിരാകാശത്ത് ആദ്യ ഇന്ത്യക്കാരനെയും ആഴക്കടലിൽ മറ്റൊരു ഇന്ത്യക്കാരനെയും ലക്ഷ്യം വെച്ചിട്ടുള്ളത്? ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് നേടിയ വ്യക്തി ആരാണ്? ഇതേപോലെയുള്ള ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സ് ആണ് ഓരോ ദിവസവും ജേഡിസ് കറണ്ട് അഫേഴ്സ് നൽകാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 ജൂലൈ 4 ജാർഖണ്ഡിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ഹേമന്ത് സോറൻ. ജാർഖണ്ഡ് എന്ന സംസ്ഥാനത്തിന്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായിട്ട് ഹേമന്ത് സോറൻ സത്യപ്രതിജ്ഞ ചെയ്തു. ഈ കഴിഞ്ഞ ജൂലൈ 4, അതായത് ഇന്നലെയായിരുന്നു സത്യപ്രതിജ്ഞ. 5 മാസം ജയിലിൽ ചിലവഴിച്ചതിന് ശേഷമാണ് ജാർഖണ്ഡിന്റെ മുൻ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള ഹേമന്ത് സോറൻ തിരിച്ച് വീണ്ടും ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുള്ളത്. ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആണ് ഹേമന്ത് സോറൻ. ഹേമന്ത് സോറൻ 5 മാസത്തെ ജയിൽവാസത്തിന് ശേഷം തിരിച്ചു വന്നപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന ചമ്പേ സോറൻ രാജിവെക്കുകയും ഇപ്പോൾ ഇന്നലെ വീണ്ടും ഹേമന്ത് സോറൻ ചീഫ് മിനിസ്റ്ററായി. ജാർഖണ്ഡിന്റെ ഗവർണർ ആയിട്ടുള്ള CP രാധാകൃഷ്ണൻ അദ്ദേഹമാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തിട്ടുള്ളത്. ഷിബു സോറൻ ആണ് ഹേമന്ത് സോറന്റെ പിതാവ്. അദ്ദേഹം ജാർഖണ്ഡിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു. അതുപോലെ തന്നെ JMMന്റെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയും. 2029 ഭൂമിയുടെ അടുത്തുകൂടി കടന്നു പോകുന്ന ഭീമൻ ചിഹ്നഗ്രഹത്തിന്റെ പേര് അപ്പോഫിസ്. ലേറ്റസ്റ്റ് ആയിട്ട് പത്രത്തിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അപ്പോഫിസ് എന്ന് പറയുന്ന ഈ ഒരു ആസ്ട്രിയോഡ് ചിഹ്നഗ്രഹത്തെക്കുറിച്ച് പഠിക്കാൻ പോകുന്ന കാര്യം. 2029 ഭൂമിയുടെ അടുത്തുകൂടി കടന്നു പോകുന്ന ഒരു ഭീമൻ ചിഹ്നഗ്രഹം. ഇതിന്റെ പേരാണ് അപ്പോഫിസ്. ഈ ഒരു ആസ്ട്രിയോഡിന്റെ ചിഹ്നഗ്രഹത്തിന്റെ പേരാണ് ആസ്ട്രിയോഡ് 9942 അപ്പോഫിസ്. ഇതിനെ ഗോഡ് ഓഫ് ചായോസ് എന്നും അറിയപ്പെടുന്നു. കാരണം അത്രയ്ക്ക് പവർഫുൾ ആയിട്ടുള്ള ഇത് ഭൂമിയായിട്ട് കൂട്ടിയിടിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മനുഷ്യർ ആരും ഉണ്ടാകില്ല എന്ന് പറയുന്നത്. അതുപോലത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വലിയൊരു ഭീമൻ ചിഹ്നഗ്രഹമാണ്, ആസ്ട്രിയോഡ് ആണ് അപ്പോഫിസ്. 2029 ഏപ്രിൽ 13-ാം തീയതി വളരെ അടുത്തുകൂടി കടന്നു പോകുന്ന ഒരു ചിഹ്നഗ്രഹമാണ്. അതായത് 34,600 കിലോമീറ്റർ അകലെ ഇത് കടന്നു പോകുന്ന ഒന്നായിരിക്കുള്ളൂ അപ്പോഫിസ് എന്ന് പറയുന്ന വലിയ ചിഹ്നഗ്രഹം. ഇതിന് ഏതാണ്ട് 1230 അടി 375 മീറ്റർ നീളത്തിലുള്ള ഒരു ഗ്രഹമാണ്. ഇന്ന് പറയുമ്പോൾ ഏതാണ്ട് സ്പേസിൽ വെച്ച് പറയുമ്പോൾ തന്നെ 90% റോക്സും 90% ആസ്ട്രോയിഡ്സിനേക്കാളും വലുപ്പത്തിലുള്ള ഒന്നാണ് അപ്പോഫിസ്. അപ്പോഫിസ് എന്ന് പറയുന്ന ആസ്ട്രോയിഡിന്റെ യാത്ര നമുക്ക് കാണാൻ സാധിക്കും. യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നീ ഭാഗങ്ങളിൽ ആകാശം വളരെ ക്ലിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്ന ഒന്നായിരിക്കുള്ളൂ അപ്പോഫിസ് എന്ന് പറയുന്ന ഈ ഒരു വലിയൊരു ഗ്രഹം. 2004 ജൂൺ 19 ഇതിനാദ്യമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു വലിയൊരു ഭീമൻ ആസ്ട്രിയോഡ് അല്ലെങ്കിൽ ചിഹ്നഗ്രഹം. ഏത് വർഷത്തിലാണ് ഇന്ത്യ ബഹിരാകാശത്ത് ആദ്യ ഇന്ത്യക്കാരനെയും ആഴക്കടലിൽ മറ്റൊരു ഇന്ത്യക്കാരനെയും ലക്ഷ്യം വെച്ചത്? 2025. 2025 ഇന്ത്യ സ്പേസിലേക്കും അതുപോലെ തന്നെ ഡീപ്പ് മിഷനിലേക്കുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. മത്സ്യ 6000 എന്ന പേരിലായിരിക്കുള്ളൂ ഇന്ത്യയുടെ ആദ്യത്തെ ഡീപ്പ് ഓഷ്യൻ മിഷൻ. സമുദ്രത്തിന്റെ 6 കിലോമീറ്റർ താഴെ. അതുകൊണ്ട് തന്നെയാണ് ഇതിന് മത്സ്യ 6000 എന്ന് പേര് നൽകിയിട്ടുള്ളത്. 12 മണിക്കൂർ വരെ ഇതിന് നോർമൽ ഓപ്പറേഷൻ നടത്താൻ സാധിക്കുന്ന ഒന്നായിരിക്കുള്ളൂ. എന്നാൽ എമർജൻസിക്ക് ഇതിന് 96 മണിക്കൂർ വരെ ഇതിന് പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റിയുള്ള ഒരു പ്രത്യേകതരം പേടകമാണ് മത്സ്യ 6000. ഈ കാര്യം 2024 ജൂലൈ 4-ാം തീയതി അറിയിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്, യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി. ഏതാണ്ട് 400 കിലോമീറ്റർ അകലെയുള്ള ഓർബിറ്റൽ ഗഗൻയാൻ മിഷന്റെ യാത്ര. ഇതിലേക്ക് വേണ്ടി 4 ഇന്ത്യൻ എയർഫോഴ്സ് ഓഫീസേഴ്സ്, പൈലറ്റ്സ് ആണ് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. 3 പേരായിരിക്കുള്ളൂ ഈ ഒരു യാത്രയിലേക്ക് ഉണ്ടാവുക. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻസ് ആയിട്ടുള്ള പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ, അജിത് കൃഷ്ണൻ, അൻഗാഡ് പ്രതാപ്, 4ാമത്തെ വിംഗ് കമാൻഡർ സുഭാൻഷു ശുക്ല എന്നിവർ ആണ് ഇപ്പോൾ ഈ മിഷന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ കീഴിൽ വരുന്ന ഒന്നാണ് ഡീപ് സീ മിഷൻ. 2024 വാർഷിക വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് അടുത്തിടെ പുറത്തിറക്കിയ ഐക്യരാഷ്ട്രസഭ ഏതാണ്? UNODC, യുണൈറ്റഡ് നേഷൻ ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുള്ളത് ഡ്രഗ്സ് ആയി ബന്ധപ്പെട്ട്. UNODCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് ഓസ്ട്രിയയിലെ വിയന്ന. ഇന്ന് ഏതാണ്ട് 3000 മില്യൺ യൂസേഴ്സ് ആണ് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 30 കോടി ജനങ്ങൾ ഇന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
എല്ലാ വർഷവും ഇന്റർനാഷണൽ ഡേ എഗെയിൻസ്റ്റ് ഡ്രഗ്സ് അബ്യൂസ് ആൻഡ് ഇല്ലിസിറ്റ് ട്രാഫിക് അല്ലെങ്കിൽ വേൾഡ് ഡ്രഗ് ഡേ ആചരിക്കുന്നത് ജൂൺ 26-ാം തീയതിയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ് UNODC പുറത്തിറക്കിയിട്ടുള്ളത്. ഇത് പ്രകാരം ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ലഹരി എന്ന് പറയുമ്പോൾ കഞ്ചാവാണ്. 228 മില്യൺ പീപ്പിൾ ആണ് കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഓപ്പിയോട്സ് എന്ന മയക്കുമരുന്ന് ഏതാണ്ട് 60 മില്യൺസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദിവത്സര റിം ഓഫ് ദി പസഫിക് റിംപാക് അഭ്യാസത്തിന്റെ 29-ാം പതിപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ ഏത് കപ്പലാണ്? INS ശിവാലിക്. INS ശിവാലിക് എന്ന കപ്പൽ ആണ് ഇപ്പോൾ റിംപാക് എന്നൊരു എക്സസൈസ് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയൊരു എക്സസൈസ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹവായ് എന്ന സ്ഥലത്താണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഈ എക്സസൈസിന്റെ ആതിഥ്യം വഹിക്കുന്ന രാജ്യം. അപ്പോൾ റിംപാക് എന്ന എക്സസൈസ് ഇതിൽ 29 രാജ്യങ്ങൾ, 40ഓളം കപ്പലുകൾ, 3 സബ്മറൈൻ, 14 രാഷ്ട്രങ്ങളിലെ ഫോഴ്സുകൾ, 150ഓളം വിമാനങ്ങൾ പങ്കെടുക്കുന്ന വലിയൊരു എക്സസൈസ് ആണ് റിംപാക്, അതായത് റിം ഓഫ് ദി പസഫിക്. ഈ വരുന്ന ഓഗസ്റ്റ് 1-ാം തീയതി റിംപാക് എന്ന എക്സസൈസ് അവസാനിക്കും. അതായത് ഏതാണ്ട് 1 മാസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയൊരു എക്സസൈസ് ആണ് റിംപാക്. ഈ പ്രാവശ്യത്തെ തീം ആണ് പാർട്ട്നേഴ്സ് ഇന്റഗ്രേറ്റഡ് ആൻഡ് പ്രിപ്പയർഡ്. ഇന്ത്യൻ നേവിയുടെ INS ശിവാലിക് ആണ് ഈ ഒരു എക്സസൈസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് 2024 നേടിയത്? ജോർജ് റസൽ. 2024 ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് നേടിയിട്ടുള്ള ഫോർമുല 1 ഡ്രൈവർ ആണ് ജോർജ് റസൽ. മാക്സ് വെസ്റ്റാപ്പന്റെയും ലാൻഡൻ നോറിസിന്റെയും കാറുകൾ കൂട്ടിയിടിച്ചതിനെ തുടർന്നാണ് ഈ ഒരു ചാൻസ് ജോർജ് റസലിന് ലഭിച്ചിട്ടുള്ളത്. അതായത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിജയമായിരുന്നു ജോർജ് റസലിന്. 1963-ലാണ് ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് ആരംഭിച്ചത്. അതായത് 306.45 2 കിലോമീറ്റർ ദൈർഘ്യത്തിലുള്ള ഒരു മത്സരമാണ് ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ്. ഇന്നലെ ജൂലൈ 4 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ICC T20 ലോകകപ്പ് 2024 ഫൈനൽ മത്സരം നടന്നത് എവിടെയാണ്? ഇതിന്റെ ഉത്തരം ബാർബഡോസ്. ബാർബഡോസ് എന്ന സ്ഥലത്താണ് ICC T20 വേൾഡ് കപ്പ് നടന്നിട്ടുള്ളത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 ജൂലൈ 4 ജാർഖണ്ഡിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ഹേമന്ത് സോറൻ. 2029 ഭൂമിയുടെ അടുത്തുകൂടി കടന്നുപോകുന്ന ഭീമൻ ചിഹ്നഗ്രഹത്തിന്റെ പേര് അപ്പോഫിസ്. ഏത് വർഷത്തിലാണ് ഇന്ത്യൻ ബഹിരാകാശത്ത് ആദ്യ ഇന്ത്യക്കാരനെയും ആഴക്കടലിൽ മറ്റൊരു ഇന്ത്യക്കാരനെയും ലക്ഷ്യം വെച്ചത്? 2025. 2024 വാർഷിക വേൾഡ് ഡ്രഗ് റിപ്പോർട്ട് അടുത്തിടെ പുറത്തിറക്കിയ ഐക്യരാഷ്ട്രസഭ ഏതാണ്? UNODC. ദിവത്സര റിം ഓഫ് ദി പസഫിക് അഭ്യാസത്തിന്റെ 29ാമത് പതിപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ നാവികസേനയുടെ ഏത് കപ്പലാണ്? INS ശിവാലിക്. ആരാണ് ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിക്സ് 2024 നേടിയത്? ജോർജ് റസൽ. ഇന്ന് ജൂലൈ 5 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ആസ്ഥാനം എവിടെയാണ്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. ഈയിടെ പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ന്യൂസ് ആയിരുന്നു ഇന്റർനാഷണൽ സോളാർ അലയൻസിനെ കുറിച്ച്. ഇപ്പോൾ ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.